VS അച്യുതാനന്ദനെ പോലെ ഒരു തലമുതിർന്ന അഴിമതി വിരുദ്ധനായ സ്വന്തം മകന്റെ പേരിൽ അന്വേഷണം വേണമെന്ന് CBIക്ക് 10 പേജുള്ള കത്തെഴുതിയ എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും അഴിമതിക്കാരനെന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് നാവുറക്കാത്ത ആ VSനെ തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത്. അതുകൊണ്ട് അധികാരം പിടിക്കുമ്പോൾ പിണറായി വിജയന് ഒരു ഇമേജ് കോൺഷ്യസ് ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൽദോസും ഞാനും ഒക്കെ അന്ന് നിയമസഭയിലുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, പിണറായി വിജയൻ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ. NRCയുടെ വിഷയം വന്നപ്പോ മുസ്ലിം ഇഷ്യൂസുകളെ ഫാഷിസ്റ്റുകൾ അപകടകരമായി ചിത്രീകരിക്കാൻ വന്നപ്പോഴൊക്കെ പൊരുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷണം പിണറായി വിജയനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മാംഗ്ലൂർ പ്രസംഗമുണ്ട്, മംഗലാപുരം പ്രസംഗം. നമ്മളൊക്കെ ട്രോളുമാകുമെങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടുക്കാൻ RSS ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട, ഞാൻ ഊരിപ്പിടിച്ച BJP-ക്കാരന്റെ കൊടുവാളുകൾക്ക് മുമ്പിലൂടെ നടന്നുപോയവനാണ്. ഇതൊരു ചെറിയ വാക്കൊന്നുമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ എതിർക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങൾ പറഞ്ഞ വീരോചിതമായ വർത്തമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, PT തോമസ് 2019 ഒരിക്കല് എന്റെ റൂമിലേക്ക് രാവിലെ എന്നോട് പറഞ്ഞു, ഷാജി ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് ഇറങ്ങാൻ ഇത്തിരി വൈകുന്നു പറഞ്ഞപ്പോ ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോ PT തോമസ് എന്റെ റൂമിലുണ്ട്. ഞാൻ PT തോമസിനോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു 2-3 പേര് കൂടെയുണ്ട്. എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ഒഫീഷ്യലുകളാണ്, ഇവർക്ക് ചില കാര്യങ്ങൾ പറയാൻ. അന്ന് എന്നോട് പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം, അന്ന് കരിമണൽ കർത്തയുടെ ഓഫീസ് റെയ്ഡ് നടത്തി ED 2018. അവർക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവെന്തെന്ന് ചോദിച്ചാൽ 130 കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് PV എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കെയർ ഓഫില് ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ്. 1-2 സംഖ്യയല്ല, രണ്ടാമത് ഇയാളുടെ ഓഫീസിൽ നിന്ന് പണം പോയത് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആയി വളർന്നു വന്നിരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ്, വടകരയിൽ. ഈ 2 കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമായി. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ട് 2020 നിയമസഭയിൽ ഞാൻ നിയമസഭയിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകള് ആരോപണ വിധേയമായ പ്രസംഗം നടത്തിയത് അന്ന് നിയമസഭയിൽ ഞാനായിരുന്നു. അത് ഏറ്റെടുത്താണ് ഞാനും PT-യുമാണത് ധാരണയിൽ ഒരു ധാരണയിൽ പ്രസംഗിക്കുന്നത്. അന്നത്തെ പ്രസംഗം എനിക്കായപ്പോ ഞാൻ പറയുമെന്നും പിറ്റേന്നതിനെ PT എൻഡോസ് ചെയ്യുമെന്നും തീരുമാനിച്ചു. അന്ന് നിയമസഭയിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു MLA-യുടെ പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു, അങ്ങയുടെ മകളുടെ ഓഫീസിലേക്ക് ഈ കോടികൾ ഒഴുകിയത് എന്തിനെന്ന് പറയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 ഈ ED-യുടെ റെയ്ഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. 2019 വിധി പറയുമായിരുന്ന ലവ്ലിൻ കേസും ഒരു ഘടകമായി. ഈ ലവ്ലിൻ കേസിനെ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ കർത്തയുടെ ഓഫീസിൽ നടന്ന റെയ്ഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റിവെച്ചു. സ്വർണ്ണക്കടത്തിലെ 164 മൊഴിയടക്കമുള്ള പ്രബലമായ കേസിനെ അതിന്റെ ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു. വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു. പിണറായി വിജയൻ പതുക്കെ പുറത്ത് അല്ലാത്ത വിധം സംഘീയ പരിണാമത്തിലേക്ക് വരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അദ്ദേഹത്തിന്റെ സംഘത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ഒരു അഴിമതിയുടെ ഒരു കൂടാരത്തെയും അല്ലെങ്കിൽ ഈ ഫാക്ടറിയെ അവരെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. എനിക്കറിയാം, ഭരണകൂടം വേട്ടയാടിയാൽ അതൊരു ചെറിയ വേട്ടയാടലല്ല. ആ ഭരണകൂടത്തിന്റെ വേട്ടയാടലിന് വിധേയാളാൻ ഞാൻ കൂടം കൊണ്ടാണ് തലക്ക് പിറകിൽ അടിക്കുക. എന്നാൽ ഒരു തവണ നിങ്ങൾ തല കുനിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. കേരളത്തിലെ CPM എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്, ഞാൻ തല താഴ്ത്തിയിട്ടില്ല. പക്ഷെ പിണറായി വിജയ കൂടമൊന്നും വേണ്ട, ഒരു ചെറിയ വടി കൊണ്ട് നരേന്ദ്രമോദി പിണറായി വിജയന്റെ തലക്കടിച്ചപ്പോ കുനിഞ്ഞുപോയ തലയാണ് ഫാഷിസത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പിന്നെ അത് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ തുടങ്ങിയ കോംപ്രമൈസുകളാണ് ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാക്കി തുടങ്ങുന്നത് ഈ റെയ്ഡിന് ശേഷമാണ്. അതിനുശേഷമാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് ഉണ്ടാവുന്നത്. എന്തിന്?
ആ കേസ് എവിടെയാ? NIA കോടതിയിൽ കേസുണ്ട്, പോയി അന്വേഷിക്ക്. ഇതാ ഇവിടെ ഇവിടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ഗഫൂർ അടക്കമുള്ളവർ വക്കീലമാരല്ലേ, അവര് പോയി അന്വേഷിക്ക്. അവർക്കറിയാം, അന്വേഷിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കേസിൽ അതിന്റെ പ്രതിയെ വിട്ടുകളഞ്ഞു. പക്ഷെ 3 പേര് കൊല്ലപ്പെട്ടു. ആ ട്രെയിൻ തീവെപ്പ് എന്തിനായിരുന്നറിയോ? കർണാടകയിലെ കോൺഗ്രസ് ജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആസൂത്രിതമായി ഇന്നത്തെ DGP ആയി ശുപാർശ ചെയ്യപ്പെട്ട അജിത്ത് എന്ന് പറയുന്ന RSS ചാരൻ പിണറായിക്ക് വേണ്ടി നടത്തിയ നാടകമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എലത്തൂർ ട്രെയിൻ എന്ന് പറയുന്നത്. തൃശൂർ പൂരം എന്താണ്? ആ പൂരം കലക്കൽ എന്താണ്? അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നത് എന്താണ്? ഈ നാടകം ആരുടേതാണ്? ഭരണകൂടത്തിൻ്റെതല്ലെങ്കിൽ പിന്നെ ആരുടേതാണ്? തീർച്ചയായും അവരുടേത്. കരുവന്നൂർ ബാങ്ക്, ആ കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തുന്ന ഒരു ജാഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നൊരയും പിണ്ടിയൊക്കെ വന്നിട്ട് എന്തായിരുന്നു ഗീർവാണം? കരുവന്നൂർ ബാങ്ക് അപ്പടി തിന്നാളി എന്നുള്ള നിലക്കാ പോയത്. ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ? അപ്പോ കേന്ദ്രമന്ത്രിയല്ലേ? എവിടെ നിങ്ങളുടെ ഈ കരുവന്നൂർ ബാങ്ക്? കോംപ്രമൈസ് ആയി നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി കൊടകര ഹവാല കേസ് കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല. പിണറായി വിജയൻ പറഞ്ഞില്ലേ, മലപ്പുറത്തുനിന്ന് പിടിച്ചാൽ മാത്രം ഹവാല ആവൂല പിണറായി വിജയ, കൊടകരയും ഹവാലയാണ്. ആ ഹവാലയെ ഒതുക്കി തീർത്തത് കേരളത്തിലെ BJP CPM സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ലാവ്ലിൻ കേസ് അവിടെയും തീരുന്നില്ല. ലോകനാഥ് ബെഹ്റയെ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് റിട്ടയർ ചെയ്തു പോയിട്ടും തിരിച്ചു കൊണ്ടുവന്ന് നിർത്തിയത്, മെട്രോയുടെ അധിപനാക്കി നിർത്തിയത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന സിറാജുന്നസ വെടിവെപ്പിന്റെ സൂത്രധാരകനായ RSSകാരനെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനായി നിർത്തിയത്. മലപ്പുറത്ത് കൊണ്ടുവന്ന് സുജിത്ത് എന്ന് പറയുന്ന കാട്ടുകള്ളനായ RSSകാരനെ SP ആക്കിയത്. അജിത്തിനെ ഇപ്പോഴും DGP ആക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുന്നത്. ഇതൊക്കെയും ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തു വച്ച ഈ പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. ഹരിയാന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് ഇത് ചെറിയ കാര്യമല്ല. കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എലത്തൂരിലേക്ക് ട്രെയിൻ ദീപപ്പുണ്ടാക്കിയതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളീയ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാക്കിയത് ഞാൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ്. തീരുന്നില്ല. പാലക്കാട് ജയിച്ചു വരുമ്പോൾ, UDF ജയിച്ചു വരുമ്പോൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കൂ. BJPയുടെയും CPMന്റെയും തെരഞ്ഞെടുപ്പ് അവകാശവാദം വായിച്ചാൽ രണ്ടും എന്തേ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട് ജയിപ്പിച്ചത്. 2000 വോട്ട് തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് പാലക്കാട്ടെ ജയത്തിന്റെ പിറകിലെന്ന് ഒരുപോലെ പറയുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ SDP ആക്ഷേപിക്കാൻ ഇവർ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുന്നത് ആ പാലക്കാട്ടിലാണ്. അതും ഒരേപോലെ. ഈ സമയം ഞാൻ ചോദിക്കുന്നത്, ഈ സമയം ഏതാണ്? എന്റെ പ്രിയപ്പെട്ട CPMകാരൻ, നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ? ഈ ആക്ഷേപങ്ങൾ സമയം ഏതാണെന്നറിയുന്നത്? ഇന്ത്യയുടെ സകലമാന പള്ളികളുടെയും അടിയിൽ അവിടെ ക്ഷേത്രങ്ങൾ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നും അവിടെ ബിംബങ്ങൾ കുടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാദേശിക കോടതിയിൽ പോകുക, അനുമതി വാങ്ങുക, സർവേ നടക്കുക, കലാപമുണ്ടാക്കുക. മുസ്ലിങ്ങൾ ഇരകളാക്കി ഇന്ത്യയുടെ തെരുവുകളിൽ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ തെരുവുകളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്റ്റേറ്റ് മുഴുവൻ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ ഭീകരമായി കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ജുഡീഷ്യറി പോലും പലപ്പോഴും ഈ മൈനോറിറ്റിയുടെ രക്ഷക്ക് വരാതെ കണ്ണടക്കുന്ന ഒരു കാലത്ത് പോലീസിലും പട്ടാളത്തിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ RSS വൽക്കരണം നടക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭകളിലും MLAമാരും MP മാരും ന്യൂനപക്ഷ വിരുദ്ധമായി മുസ്ലിം വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു കാലത്ത് പ്രതിഷേധം എന്നതിന് എന്ന് പറയുമ്പോഴേക്കും UAPയെ ചുമത്തിയിട്ട് നിരപരാധികളായ മുസ്ലിങ്ങളെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളുന്ന ഈ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ട് മോഹനൻ ഞെട്ടി ഉണരുന്നത്. മോഹനൻ പറയാൻ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാലും നമ്മളെ പോലത്തെ ഹിന്ദുക്കളെ സ്ഥിതി എന്താണ്? ഏത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഓൽക്ക് കേരളത്തിൽ 3000 മെമ്പർഷിപ്പ് ഉള്ളതാണ്. 3000 മെമ്പർഷിപ്പാ കേരളത്തിലുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നു
എന്നിട്ട് മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ എല്ലാരെയും ശരിയാക്കുന്നു സ്വപ്നം കണ്ട് മോഹനൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഞെട്ടി ഉണരുക. പണ്ടൊരു നമ്പൂരി പുഴയുടെ അക്കരെ നിന്ന് ഒരു നായ കുരച്ചപ്പോ, തൊടലിൽ കെട്ടിയ നായയാണ്, കുരച്ചപ്പോ നമ്പൂരി ഞെട്ടി. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങളതിന് അപ്പുറത്ത് പോയിന്റ് അപ്പുറത്തുള്ള നായ കുരക്കണേന് ഇവിടുന്ന് കേട്ടല. നമ്പൂരി പറഞ്ഞു, നിനക്കത് പറയാം. ആ നായയുടെ തൊടലഴിഞ്ഞ് പുഴയിലെ വെള്ളം പറ്റി ആ നായ ഇവിടെ വന്ന് നിന്നെ കടിച്ചഞ്ഞ് ചോദിക്കാറുണ്ടാവുമോ എന്നാണ്. എടോ, അതിനൊക്കെ പിന്നെയൊരു കാലല്ലേ. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണോ അങ്ങോട്ട് പേടിപ്പിക്കുന്നത്? നിങ്ങൾ ഈ പറയുന്നതിന്റെ ഈ വിഷത്തിന്റെ ഊക്ക് എന്താണ്? നിങ്ങളൊന്ന് പറയൂ. അതിന്റെ ഊക്ക് എത്ര ഭീകരമാണ്, എത്ര വലുതാണ്, അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര അപകടകരം. ഇങ്ങനെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? CPM-കാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഇത്രയേറെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? ഇവിടെ ഈ മോഹനനായാലും അതല്ലെങ്കിൽ ഈ വിജയനായാലും അതല്ലെങ്കിൽ പ്രതിഭയായാലും ഇവരെ വിജയരാഘവനായാലും എല്ലാവരും പാലൊളിയും. എല്ലാവരും പറയുന്നത് ഇതാണ്, ഈ അപകടം പിടിച്ച കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ ഞാനും ഷിബുവും അഴിയൂരിലാണ് ഉണ്ടായിരുന്നത്. അഴിയൂരിൽ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു പഞ്ചായത്ത്. SDPI-യുടെ സഹായത്തോടെ UDF-നെ അട്ടിമറിക്കാൻ 2 പഞ്ചായത്ത് വാർഡില് നമ്മൾ സംസാരിച്ചത് SDPI ജയിച്ച വാർഡിലാണ്. അവിടെ നിന്നാണ്. എത്ര സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി SDPI-ആയിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ഒരുമിച്ച് നിന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര ഇടങ്ങളിൽ ഒരേപോലെ. എന്നിട്ട് പറയാണ്, മലപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ പറയാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സാദിഖ് അലി തങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ബഹുമാന്യനായ സഖാവ് പിണറായി വിജയൻ, നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് നിങ്ങൾക്കും സാദിഖ് അലി തങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യമില്ല. പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു അർദ്ധസംഖ്യയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുല്ലിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളെക്കാൾ വലിയ സംഖ്യ വേറെ ഏതാണ്? നിങ്ങളെക്കാൾ വലിയ. ഞാൻ നാളെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോ ചില നമ്മുടെ നാട്ടിൽ ഹിന്ദി ഒന്നും അറിയാത്ത ആളുകൾ എന്താണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ബേജാറായിട്ടില്ലേ? എന്താ ഇയാള് പറയുന്നത്? മോദി പറയുമ്പോ, അമിത്ഷാ പറയുമ്പോ ഒന്നും വേണ്ട, TV ഓഫ് ആക്കുക, മലയാള ചാനൽ ഇടുക, പിണറായി വിജയൻ പറയും നോക്കിയാൽ മതി. ഇതിന്റെ സ്നേഹ മലയാളമാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതന്നെയാണ് വിജയരാഘവൻ പറയുന്നത്, ഇതന്നെയാണ് മോഹനം പറയുന്നത്, ഇതന്നെയാണ് പ്രതിഭ പറയുന്നത്, ഇത് തന്നെയാണ് പാലൊളി എന്ന് പറയുന്ന ഈ വയോധികനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പുതിയ ആള് വരികയാണ്. പുതിയ തെരഞ്ഞെടുപ്പ് സമയമായി. ഞാൻ പറയുന്നത്, നിങ്ങൾ പുറത്തുനിന്ന് ആളെ നോക്കണ്ട, പിണറായി വിജയനോട് നോമിനേഷൻ കൊടുക്കാൻ പറയും. സുന്ദരായിട്ട് BJP-ക്കാർ പ്രസിഡന്റ് ആയിക്കോളൂ. അല്ലെങ്കിലും സുരേന്ദ്രന്റെ പണിയല്ലേ പിണറായി വിജയ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കുന്നത്? വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് ബേജാറാവണ്ട. പിണറായി വിജയൻ കേരളത്തിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓണംവിളി ഉസ്താദും ഞാനും ഒക്കെ നിലമ്പൂരിൽ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ അന്ന് അവിടെ അതിഥിയായിട്ട് ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. നാൽഹുദയുടെ പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഇതിനൊക്കെ ശേഷം സന്ദീപ് വാര്യർ എപ്പോഴാണ് കാണുന്നത്. ഞാൻ ചോദിച്ചു സന്ദീപ് വാര്യരോട്, അല്ല നിങ്ങളത് പിന്നെ CPM-ൽ പോകുന്നു എന്നൊക്കെ കേട്ടല്ലോ. അപ്പൊ സന്ദീപ് വാര്യനോട് പറഞ്ഞു, അതെങ്ങനെ നടക്കും ഷാജി? ഒരു ചേഞ്ച് വേണ്ടി. വരുന്ന BJP ന്നാണ്, പിന്നെ CPM-ൽ പോയിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്യേണ്ടതാണ്. എന്ത് ചേഞ്ച് ഫീൽ ചെയ്യാൻ? അതേ കത്തി, അതേ ചോര, അതേ വെറുപ്പ്, അതേ വിദ്വേഷം, അതേ മനുഷ്യത്വരാഹിത്യം, ഇതല്ലേ ഇവിടെയുള്ളത്? പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതാണ്, CPM-ലേക്ക് പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ CPM-കാരോട് പറയട്ടെ, സഖാക്കൾ ആത്മാർത്ഥതയോടെയാണ് ഇടതുപക്ഷം നിൽക്കുന്നതെങ്കിൽ ഈ കളി നിങ്ങൾക്ക് ഗുണമല്ല. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇത് അപകടമാണ്. CPM-കാരാ, വയനാട്ടിൽ നിങ്ങൾ പറഞ്ഞല്ലോ രാഹുലിന് പ്രിയങ്കയ്ക്ക് വോട്ട് കൊടുത്തവർ മുസ്ലിം തീവ്രവാദികളാണ്. കിടക്കട്ടെ. എന്നാൽ നിങ്ങൾ പറയാത്ത ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. വയനാട്ടിലെ 175 ബൂത്തില്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലല്ല, വയനാട്ടിലെ 175 ബൂത്തില് കോൺഗ്രസ് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ തൊട്ട് താഴെ BJP-യാണ്. CPM മൂന്നാമതാണ്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, BJP-യുടെ. പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ സ്റ്റേജ് ചോദിച്ചാൽ BJP-യുടെ സ്ഥാനാർത്ഥിയെ പറയാൻ കഴിയില്ല. കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നിർത്തിയത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാന്നറിയാം? സത്യൻ മൊകേരി. ഒരുപക്ഷെ CPI-യുടെ ഏറ്റവും തലമുതിർന്ന ബിനോയ് വിശ്വത്തോട് ചേർന്ന് നിൽക്കാൻ കെൽപ്പുള്ള ഒരു പ്രതിഭാധനനായ, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു സുഹൃത്തും ഒരു സഹോദരനുമായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിച്ചത് ഇടതുപക്ഷത്തിന്റെ.
ആ മനുഷ്യൻ മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതെ BJP-യുടെ അപ്രസക്തയായ സ്ഥാനാർത്ഥിക്ക് 175 ബൂത്തിൽ ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ CPM-കാരാ എങ്ങനെയാണ് ചുവന്ന ഗ്രാമങ്ങൾ പതുക്കെ ഒറ്റയടിക്ക് കാവിയാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒറിജിനൽ BJP ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് BJP എന്തിനാണ് ആളുകൾക്ക്? എന്താ കാര്യം? ഒറിജിനൽ BJP ഉള്ളപ്പോ ആളുകൾ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് BJP-യിലേക്ക് പോവില്ല. കണ്ണൂരിൽ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾ കാവി ഗ്രാമങ്ങളായി മാറുന്നത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നാണ്. മറിച്ച് മനുഷ്യത്വരഹിതമായ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അടുത്ത് കൃപേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ മൃഗീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യായീകരിക്കുക, അതിലെ കൊലയാളികൾക്ക് പരസ്യമായ പാർട്ടി പിന്തുണ കൊടുക്കുക. നിങ്ങൾ പിന്നെയും നാശമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ കാണുന്ന കൊലയാളി രാഷ്ട്രീയത്തിന് സമാനമായി ഈ പ്രബുദ്ധ കേരളത്തിൽ മാറുകയാണ്. P. ജയരാജൻ പോയിട്ട് പ്രതികളെ കണ്ടു അത്രേ ജയിലിൽ. എന്നിട്ട് അവർക്ക് അയാൾ പറയാണ് വലിയ അഭിമാനത്തിൽ ജയില് വായിക്കാനുള്ള ഇടമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ 5 പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തു. ഇതിനേക്കാളും വലിയ ശിക്ഷ നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. വേറെ നിങ്ങളെ പുസ്തകം വായിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജയരാജ അങ്ങനെ ഒരു ദ്രോഹമാ, അല്ലെങ്കിൽ തന്നെ ഒരു പ്രതികളായിട്ട് ജയിലിൽ കിടക്കുക, ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കണോ? അദ്ദേഹം പറയാണ് ജയില് ധീരന്മാർക്കുള്ളതാണ്. ആര്? P. ജയരാജന് ഷുക്കൂർ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം 1.5 മാസം ആംബുലൻസിൽ കടന്നിട്ട് മുള്ളുകയും അപ്പിടുകയും ചെയ്ത ഈ നേതാവാണ് പറയുന്നത് ജയിൽ ആർക്കുള്ള ധീരന്മാർക്കുള്ളതാ. പുറത്തിറങ്ങിയിട്ടില്ല ഒരു ചുടിക്ക് നേരിട്ട് ആംബുലൻസ് തന്നെയാണ്. ഏതെങ്കിലും ഒരു പോലീസിന്റെ വണ്ടി പരിസരത്ത് കൂടെ പോയാൽ അപ്പൊ തന്നെ എന്താണ് ജഗതി പറഞ്ഞിട്ടുള്ള ഓണം അടിച്ചിട്ട് ഇയാൾ പോയാൻ 1.5 മാസം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറഞ്ഞത് വെച്ചാൽ ജയില് വായിക്കാനുള്ളതാണ്. എന്നാ ജയരാജ നല്ല കുറച്ച് ആരെങ്കിലും എഴുതിയ, വേറെ നിങ്ങൾ എഴുതിയല്ല, കൊള്ളാവുന്ന കുറച്ച് പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചോ. ഷുക്കൂർ കേസിന്റെ വിധി വരുന്നുണ്ട്, ജയിലിലിരുന്ന് വായിക്കേണ്ട ഗതികേട് ഈ ജയരാജൻ ഞങ്ങൾ വരുത്തും. ഇതൊന്നും തീരാൻ പോണില്ല. നിങ്ങള് ചന്ദ്രശേഖർ വധക്കേസിനും ഷുക്കൂർ വധക്കേസിനും ശേഷം ഉണ്ടായ കേരളത്തിലെ മാറ്റം എന്താ അറിയങ്ങള്? ഈ സൂത്രധാരകരെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ എന്നാണ്. തീർച്ചയായും അതുകൊണ്ട് ഇന്നലെയൊക്കെ നിങ്ങൾ ആലോചിച്ചു, ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്ക് ഈ P. ശശിയൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ അറിയാട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റിന് അദ്ദേഹം ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ എത്തണം. എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീയ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട്. സമരങ്ങളിൽ നിന്ന് പലരും പുറകോട്ട് പോയിട്ടുണ്ട്. എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ്, അവിടെ വരികയാണ്. അൻവർ പറഞ്ഞത് നിങ്ങളറിയാം, ഈ ചോലനായിക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ്, പാവങ്ങളാണ്. ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങള്, അവർക്ക് അവിടെ അവരുടെ താവളം കാടാണ്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ എന്താ സ്ഥിതി? കാട്ടിൽ പോയാൽ ആന ചവിട്ടിക്കൊല്ലും, നാട്ടിൽ വന്നാൽ CPM വെട്ടിക്കൊല്ലും. ഇതെന്തൊരു നാടാടോ, എന്തൊരു കഷ്ടമാണ്. മനുഷ്യരുടെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? എന്താണ് മനസ്സിലാക്കാത്തത്? ഞാൻ ഈ ഓണംപള്ളിയിലെ പ്രവർത്തക സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഈ കെട്ടിയ കൊടികള്, ഇവിടുത്തെ തോരണങ്ങള്, നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു പച്ചയുടെ അല്ലെങ്കിൽ ഈ ഹരിതാവതയുടെ ഒരു മനോഹരമായ ഒരു ആവേശമുണ്ട്. പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണവന്മാർക്ക് ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സമീപനം എടുത്ത് 948 മുതൽ എങ്ങനെയാണ് ഒരു ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കേണ്ടത്, ഇതാ ഈ പ്രസംഗിക്കുന്നതിന്റെ പരിസരത്തു നിന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നല്ല, സിദി സാഹിബിന്റെ തറവാട് ഇതിന്റെ പരിസരത്താണ്. ഒരു മനുഷ്യൻ തലശ്ശേരിയിലേക്ക് വണ്ടി കയറി മലബാറിൽ വരുന്നത് എന്തിനെന്നാൽ നിങ്ങളെ പോലെ അല്ലായിരുന്നു മലബാറിലെ മുസ്ലിം പരിതോവസ്ഥ. കാരണം അത്രമേൽ തകർന്നു പോയൊരു ഇടം 921 കലാപത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയതും അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അവർക്ക് അറിവ് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് വിദ്യാഭ്യാസം നൽകണം, എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കണം. ഇപ്പോഴും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്നു നിൽക്കാൻ മടിക്കുന്നവരെ രാജ്യത്തോട് ചേർത്ത് നിർത്തണം. ആ പ്രയത്നമാണ് അന്ന് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത്, ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഫാറൂഖ് കോളേജ് വരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത്, ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന്
ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് വളർത്തിയെടുക്കുന്നത്. അത് മലബാറിന്റെ രാഷ്ട്രീയത്തിനകത്തിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ അങ്ങനെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയം വലിയ പങ്കല്ല, ചെറുതായിരിക്കാം. ചെറിയ ചെറിയ സംഘങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. ആ ചെറിയ സംഘം നിങ്ങൾ അറിയുമോ, ഈ അടുത്ത് നമ്മയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ കോടതികൾ, കീഴ്ക്കോടതികൾ സർവേക്ക് കൊടുക്കുക, പള്ളികളിൽ എന്താണ് ബിംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാവുക, സമ്പലിൽ ആളുകൾ മരിക്കുക, പിന്നെയും വാദങ്ങൾ ഉയരുക. അവസാനം സുപ്രീം കോടതിയുടെ ജഡ്ജ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച്, സുപ്രീം കോടതി എന്താണ് ചീഫ് ജസ്റ്റിസ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച് തീരുമാനമെടുത്തു, ഇനി അങ്ങനെ കീഴ്ക്കോടതികൾ ചെയ്യരുത്. ഞാൻ ചുരുക്കി പറയാണ്, ഇത് എങ്ങനെ ഉണ്ടായതാണെന്നറിയോ? ചെറുപ്പക്കാരറിയണം, അതൊരു വെറും വിധി മാത്രമല്ല. ആ വിധിയുടെ പിറകില് ഒരു മനുഷ്യനുണ്ട്. നിങ്ങൾ ആ വിധി പത്രത്തിൽ വായിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അല്ലാഹുവേ, GM ബനാത്തുവാല സാഹിബിന്റെ ഖബറിടത്തിൽ നീ നന്മ നിറക്കണമേ, സമാധാനം നിറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ മനുഷ്യൻ 1987 ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു. 1947 ഓഗസ്റ്റ് 15 സമയത്ത് ഇന്ത്യയിൽ ആരുടെ കയ്യിലാണോ ക്ഷേത്രം, ആരുടെ കയ്യിലാണോ പള്ളി, ആരുടെ കയ്യിലാണോ ചർച്ച്, അതുപോലെ നിൽക്കണം. സ്വാഭാവികം, ഒരു ചെറിയ പാർട്ടി ബില്ല് തന്നെ. 1990 കോൺഗ്രസും ലീഗും തമ്മിലിടഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളാണ്, തർക്കങ്ങളൊക്കെ ഉണ്ടാവും, തമ്മിലിടഞ്ഞു. മുന്നണിയിൽ നിന്ന് ലീഗ് ഇറങ്ങിപ്പോയി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ചെറിയ പാർട്ടിയാണ് ലീഗ്, പക്ഷെ ലീഗ് കൂടെ ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു. തമിഴ്നാട്ടിൽ, കേരളത്തിൽ, ഈ ദക്ഷിണ ഇന്ത്യയിൽ ലീഗ് വേണമെന്നവർ ആഗ്രഹിച്ചു. ചർച്ച തുടങ്ങിയപ്പോ ലീഗ് വലിയ ഡിമാൻഡുകൾ വെച്ചു. ഞങ്ങൾക്ക് വടകര മണ്ഡലമാണ്, 3 സീറ്റ്, ഒന്നും പറഞ്ഞില്ല. ഒറ്റ ഡിമാൻഡ്, 87 ബനാത്തുവാല സാഹിബ് കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായി ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേർക്കുനേരെ ജീവിക്കാവുന്ന അവസ്ഥയുണ്ടാക്കണം. കോൺഗ്രസ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസത്തിന് ശേഷം വീണ്ടും ചർച്ച. കോൺഗ്രസ് ഒരു ഡിമാൻഡ് വെച്ചു. ബാബരി മസ്ജിദ് വലിയ തർക്കമാണ്, അതുകൊണ്ട് ആ ബാബരി മസ്ജിദ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസായതുകൊണ്ട് ഒഴിച്ചു വെച്ചു. ബാക്കി എല്ലാ പള്ളികളുടെ മുകളിലും, അമ്പലങ്ങളുടെ മുകളിലും, ആരാധനാലയങ്ങളുടെ മുകളിലും ബില്ല് കൊണ്ടുവരാം. ലീഗ് സമ്മതിച്ചു. ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിഭാധനനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. നമ്മളൊക്കെ നിശ്ചലമായി നിന്നുപോയ സമയം. പിന്നെയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടന്നു. കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ വന്നു. കോൺഗ്രസ് നമുക്ക് വാക്ക് നൽകിയ രാജീവ് ഗാന്ധി ഇല്ലാതെയും വാക്കുപാലിച്ച ബില്ല് കൊണ്ടുവന്നു. എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നത്? ഞങ്ങൾ ആരോടും വിരോധം വെച്ച് സംസാരിക്കുകയല്ല. ഞങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ, SDPIക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. ഐഡിയോളജിക്കലായി ഈ രാജ്യത്ത് നിൽക്കാവുന്ന ഐഡിയോളജി അല്ല നിങ്ങളത് എന്നറിയുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാനാകുമെങ്കിൽ, ഇടപെടാൻ കഴിയുമെങ്കിൽ, മറ്റാരെയും വേദനിപ്പിച്ചല്ല, ഈ രാജ്യത്തിന്റെ മതേതര ചേരിക്ക് കരുത്തു കൊടുത്താണ്. നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ ഇടമാണ്, നമ്മുടെ രാജ്യമാണ്. ഏതെങ്കിലും വൃത്തികെട്ട RSSകാരനും കമ്മ്യൂണിസ്റ്റുകളും പറയുന്ന പോലെ ഈ രാജ്യം നമ്മുടെ സ്വത്താണ്. അവര് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളവരല്ല. സംശയം ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഈ മണ്ണിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിച്ചു കൊടുക്കണം. നമ്മുടെ പിതാമഹന്മാരുടെ ചോര കൊണ്ട് പങ്കിലപ്പെട്ട് കിടക്കുന്ന, പവിത്രപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണ് മണക്കുമ്പോ അവന് മനസ്സിലാവും ഞങ്ങൾ ആരായിരുന്നു. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളും RSSകാരാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോണില്ല. പലപ്പോഴും ഷിബു പറയുന്നത് ഞാൻ എത്രയോ തവണ ആവേശത്തോടെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത്, ജോഷിയുടെ ചരിത്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ 1980-കളിലില്ല, 90-കൾ വരെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര പതാക നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ 7 അയലത്ത് നിങ്ങൾ തൊടുവിച്ചിട്ടില്ല. നിങ്ങൾ ഈ രാജ്യത്ത് അംഗീകരിക്കാത്തവരാണ്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരികയാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം സ്നേഹമുള്ളവരെ. ഈ മുന്നേറ്റത്തിന് കരുത്തു പകരണം. ഭിന്നിച്ചു നിന്ന് നശിക്കേണ്ട ഒരു സമയമല്ല ഇത്. ചേർന്നു നിൽക്കേണ്ട സമയമാണ്, ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഈ ഫാഷിസ്റ്റ് കാലത്തെ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നിടത്ത് നിന്റെ ഒരു മെസ്സേജ്, നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു പ്രസംഗം ആരുടെയും മനസ്സ് മുറിപ്പെടുത്തുന്നതാവരുത്. അവരിങ്ങോട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് പരിഹാരമല്ല.
ഇങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ചു ചെയ്യാനല്ല നിന്നെ ഈ മതം പഠിപ്പിച്ചത്, ദീൻ പഠിപ്പിച്ചത്, ലീഗ് പഠിപ്പിച്ചത്. നമ്മൾക്ക് നമ്മളുടെ നിലപാടുണ്ട്. ഈ രാജ്യത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇന്നിവിടെ അന്തസ്സോടെ ജീവിക്കുന്ന പോലെ നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പതാക ഇന്ത്യയിൽ, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അതിവിടെ ഇങ്ങനെ പാറിക്കളിക്കേണ്ടത് ഈ പൊതുയോഗത്തിന്റെ സന്ദേശമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായിട്ടാണ് എന്ന് ഈ ഓണംപള്ളിയിലെ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.